കുഞ്ഞെന്തെയ്യാ? ഉറക്കത്തിലാണോ? ചന്ദ്രശേഖരൻ രുദ്രനോട് ചോദിച്ചു. ആ, കുഞ്ഞ് കല്യാണി അമ്മയുടെ അടുത്തുണ്ട്. അവൾ എഴുന്നേക്കും മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നതാ. എഴുന്നേറ്റ എന്നെ ഇങ്ങോട്ട് വിടില്ല. രുദ്രൻ പറഞ്ഞു. ആണോ? കുഞ്ഞിൻ്റെ പേരെന്താ? ഞാൻ ചോദിക്കാൻ വിട്ടു. ചന്ദ്രശേഖരൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയും മുമ്പ് ഗായത്രി മെല്ലെ കോണിപ്പടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവളും കേട്ടു ഈ ചോദ്യം. അവളും വിചാരിച്ചു താനും കുഞ്ഞിൻ്റെ പേര് ചോദിച്ചില്ലല്ലോ എന്ന്. അവളും കുഞ്ഞാവിൻ്റെ പേരറിയാൻ ആകാംക്ഷയോടെ ഇരുന്നോട്ടോ. രുദ്രൻ എന്താ പറയാന്നറിയാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ചുമ്മാ പാറൂന്ന് വിളിക്കുന്നതാ. മോൾക്ക് പേര് ഇട്ടിട്ടില്ല ശരിക്കും. എൻ്റെ സാഹചര്യം ഒരു വല്ലാത്ത സാഹചര്യമായിരുന്നു മോള് ജനിച്ചപ്പോൾ. അപ്പോൾ എനിക്ക് ഒന്നിനും പറ്റിയില്ല. മോളുടെ ഒരു ചടങ്ങും നേരെ നടത്തിയിട്ടില്ല. ഇനി ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയി ദേവിയുടെ മുമ്പിൽ നിന്ന് പേര് വിളിക്കണം. രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ ഗായത്രിക്കൊരാഗ്രഹം. അവളുടെ തറവാട്ടിൽ വെച്ച് കുഞ്ഞാവയ്ക്ക് പേരിടണമെന്ന്. പക്ഷെ അവളത് പുറത്ത് പറഞ്ഞില്ല കേട്ടോ. കാരണം കുഞ്ഞിൻ്റെ മേലെ അവൾക്കുള്ള താല്പര്യം പുറത്ത് കാണിക്കില്ല എന്നവൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അത് കല്യാണിയമ്മ ഒഴികെ മറ്റാർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഒന്നും കേൾക്കാത്ത പോലെയും അറിയാത്ത പോലെയും ഗൗരവഭാവത്തിൽ തന്നെ ആയിരുന്നു ഗായത്രി രുദ്രൻ്റെ അടുത്തേക്ക് എത്തിയത്. ഗായത്രി വരുന്നത് കണ്ടതും രുദ്രൻ മെല്ലെ എഴുന്നേറ്റു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അവൾ ഗൗരവമേറിയ ശബ്ദത്തിൽ അവന് മറുപടി കൊടുത്തു. രുദ്രൻ, യെസ് മാഡം. താൻ ഫയൽസ് എല്ലാം എടുത്തോ? നമുക്കെന്നാൽ ഇറങ്ങിയാലോ? ഗായത്രി അവനോട് ചോദിച്ചു. ഓക്കെ മാഡം, ഇറങ്ങാം. എന്നാൽ ശരി സർ എന്ന് ചന്ദ്രശേഖരനോടും പറഞ്ഞ് ഗായത്രിയും രുദ്രനും ഓഫീസിലേക്ക് പോകാൻ വേണ്ടി വീടിൻ്റെ പടിയിറങ്ങി. അവർ പോകുന്നത് ചന്ദ്രശേഖരൻ നോക്കിക്കൊണ്ടേയിരുന്നു. അയാളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ ഉദിക്കുകയായിരുന്നു. ഉറപ്പായും ഗായത്രിയെ സ്നേഹിക്കാൻ രുദ്രന് കഴിയും എന്നയാൾക്ക് തോന്നിയിരുന്നു മുമ്പ് തന്നെ. അങ്ങനെ ഗായത്രിയും രുദ്രനും അവളുടെ ഓഫീസിലേക്ക് എത്തി. ഗായത്രിയെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് അവളെ വിഷ് ചെയ്തു. എന്നാൽ പതിവിലും വിപരീതമായി ഗായത്രിയും തിരിച്ച് വിഷ് ചെയ്തു, അതും ചിരിച്ചിട്ട്. അവർക്കാകെ അതിശയായി. സത്യം പറഞ്ഞാൽ ഗായത്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം അവർ വിചാരിച്ചിട്ടില്ല. ഗായത്രി ക്യാബിനിലേക്ക് പോയി. രുദ്രൻ അവൻ്റെ സീറ്റിലേക്കും. രുദ്ര, നിന്റെ മാഡത്തിന് എന്തു പറ്റി? ഞങ്ങളെയൊക്കെ നോക്കി ചിരിക്കുന്നു. മാർട്ടിൻ രുദ്രനോട് കാര്യം അറിയാൻ ചോദിച്ചു. രുദ്രൻ അവളുടെ PA ആയതുകൊണ്ട് എല്ലാ കാര്യവും അറിയുമല്ലോ. അപ്പോൾ അവനിൽ നിന്നും എന്തെങ്കിലും ന്യൂസ് അടിച്ചെടുക്കുക എന്ന പ്രതീക്ഷയോടെയാണ് ചോദിച്ചത്. പക്ഷെ രുദ്രൻ പറഞ്ഞു, എനിക്കറിയില്ല. വല്ല പ്രോജക്റ്റും സക്സസ് ആയിട്ടുണ്ടാവും മാഡത്തിൻ്റെ. അതാവില്ല, വേറെ എന്തോ ഉണ്ട്, പ്രിയ പറഞ്ഞു. എന്തോ ആവട്ടെ, ഞാൻ എന്തായാലും മാഡത്തിൻ്റെ അടുത്ത് പോവാം എന്ന് പറഞ്ഞ് രുദ്രൻ ഫയൽസ് എടുത്തിട്ട് മാഡത്തിൻ്റെ ക്യാബിനിലേക്ക് പോയി. എത്ര കാലം കാണുവോ ഇവൻ ഈ PA ആയിട്ട്? മാർട്ടിൻ പുച്ഛത്തോടെ രുദ്രൻ പോകുന്നത് നോക്കി പറഞ്ഞു. മാർട്ടിന് രുദ്രനെ അത്രയ്ക്ക് ഇഷ്ടമല്ല. കാര്യം എന്താ വെച്ചാൽ ഗായത്രിയുടെ PA സ്ഥാനം മാർട്ടിനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഗായത്രിയുടെ മേലെ ചെറിയൊരു കണ്ണ് മാർട്ടിനുണ്ട്. രുദ്രൻ്റെ മുമ്പിൽ എല്ലാവരും നല്ലോണം പെരുമാറും അവനോട്. എങ്കിലും അവൻ പോയാൽ ഉടൻ തന്നെ അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങും കമ്പനിയിലെ മെയിൻ സ്റ്റാഫുകളെല്ലാം. എന്നാൽ ഗേൾസ് എല്ലാവർക്കും പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ രുദ്രനോട്. ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവനോടുള്ള ഇഷ്ടത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. പ്രത്യേകിച്ച് റോഷിനി എന്ന സ്റ്റാഫിന്. റോഷിനിക്ക് രുദ്രനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. ആദ്യമൊക്കെ ചെറിയൊരു ക്രഷ് മാത്രമായിരുന്നു. പക്ഷേ പോകെ പോകെ അവനോടുള്ള ഇഷ്ടം ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിച്ചു അവളെ. അവളുടെ ഇഷ്ടം അവൾ ചെറുതായിട്ട് പ്രകടിപ്പിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ രുദ്രൻ വലിയ മൈൻഡ് കൊടുക്കാറില്ല. അവനെല്ലാം തമാശയായിട്ടാണ് എടുക്കാറുള്ളത്. പക്ഷെ അത് സീരിയസ് ആണെന്ന് പിന്നെ രുദ്രന് മനസ്സിലാകുക. രുദ്രൻ ഓഫീസ് ക്യാബിനിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗായത്രി ലാപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. മാഡം, രുദ്രൻ മെല്ലെ അവളെ വിളിച്ചു. താൻ വന്നോ? എടോ, താൻ ആ കാണുന്ന ഷെൽഫിൻ്റെ മുകളിലെ 3-4 ഫയൽസ് ഉണ്ട്, അതെടുത്തേ. ഗായത്രി പറഞ്ഞതിനനുസരിച്ച് രുദ്രൻ ആ ഫയൽസ് എല്ലാം എടുത്തു.
ഇതെല്ലാം നമ്മുടെ കമ്പനി മുമ്പ് ചെയ്ത വർക്ക്സ് ആണ്. അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താനൊന്ന് റീചെക്ക് ചെയ്യണം കേട്ടോ, ഗായത്രി രുദ്രനോട് പറഞ്ഞു. എന്നിട്ട് ഇന്ന് 6 മണി അല്ലെങ്കിൽ ഒരു 6:30 അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം എൻ്റെ മെയിൽ ഐ ഡിക്ക് മെയിൽ ചെയ്യണം. കേട്ടല്ലോ? യെസ് മാഡം, രുദ്രൻ പറഞ്ഞു. എന്നിട്ട് അവൻ ഫയൽ നോക്കാൻ തുടങ്ങി. എന്തായാലും ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവനെ കമ്പനിയിൽ ഇരിക്കേണ്ടി വരും. അങ്ങനെ അവനെ കമ്പനിയിൽ പിടിച്ചു നിർത്താനുള്ള ഒരു അടവായിരുന്നു ഈ ഫയൽസ് ചെക്കിങ്. സത്യം പറഞ്ഞ അത്രയും ഫയൽസ് ഒരു ദിവസം കൊണ്ട് നോക്കി തീരണം എന്ന് ഗായത്രി പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവൾക്ക് അവളുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്ത് പോകണമല്ലോ, അവളെ കുഞ്ചിക്കണമല്ലോ. രാവിലെ തന്നെ വരുമ്പോൾ അവളെ ഒന്ന് കാണാൻ പോലും അവൾക്കായില്ല. രുദ്രനുണ്ടെങ്കിൽ അത് നടക്കില്ല. ഭാവയെ കാണാത്തത് കൊണ്ട് ഗായത്രിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു കമ്പനിയിൽ വന്നിട്ടും. അവൾക്ക് ആകെ ഒരു വല്ലായ്മ. അപ്പം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഐഡിയ മനസ്സിൽ വന്നത്. ഒരു 2 മണിക്കൂർ ലേറ്റായിട്ടായിരിക്കും എന്തായാലും രുദ്രൻ വീട്ടിലെത്തുക. അപ്പോൾ അത്രയും നേരം അവൾക്ക് കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ചെയ്തത്. രുദ്രന് മനസ്സിലായി ഇന്ന് കുറച്ചധികം വർക്കുണ്ട്, വീട്ടിൽ പോകാൻ ലേറ്റ് ആവും എന്നൊക്കെ. പക്ഷേ അവൻ ഗായത്രിയോട് ഒന്നും പറഞ്ഞില്ല. ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് സമയം വേണം, അങ്ങനെ ഒന്നും അവൻ പറഞ്ഞില്ല. അവൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഗായത്രിയും പ്രതീക്ഷിച്ചു അവൻ ഇതൊക്കെ പറയുമെന്ന്. അവൻ ഒന്നും പറയാതെ ഫയൽസ് നോക്കാൻ തുടങ്ങിയപ്പോൾ ഗായത്രിക്ക് ശരിക്കും അതിശയമായി. പക്ഷെ അവൾ അത് പുറത്ത് കാണിച്ചില്ല. കുറച്ചു നേരം രുദ്രനെയും നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ശരി രുദ്ര, താൻ പൊക്കോളൂ എന്ന് പറഞ്ഞു ഗായത്രി. രുദ്രൻ ഫയൽസ് എല്ലാം എടുത്തുകൊണ്ട് അവൻ്റെ ക്യാബിനിലേക്ക് പോയി. ഓഫീസ് ടൈം വൈകുന്നേരം 4 മണി വരെയാണ്. എന്നാൽ ഗായത്രി 1 മണിക്കൂർ നേരത്തെ തന്നെ ഇറങ്ങി. എന്തായാലും രുദ്രൻ്റെ വർക്ക് കഴിയാൻ ഒരു 5 മണിയെങ്കിലും മിനിമം ആവും. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയ കുറച്ചും കൂടി നേരം കുഞ്ഞിൻ്റെ ഒപ്പം നിൽക്കാമല്ലോ. ഒരു നിമിഷം കുഞ്ഞിൻ്റെ കൂടെ അധികം ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. രുദ്രൻ്റെ ഭാവയാണ് അവൾക്ക് ഈ ലോകത്ത് എന്തിനേക്കാളും വലുത്. അവൾ എന്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നതും ആ കുഞ്ഞിനെ തന്നെയാണ്. ഗായത്രി ഓഫീസിൽ നിന്ന് തിരക്ക് പിടിച്ചു പോകുന്നത് രുദ്രൻ കണ്ടു. ഗായത്രിയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷവും ഒരു വെമ്പലും ഒക്കെ ഉണ്ടായിരുന്നു. രുദ്രൻ അത് മനസ്സിലായി. എങ്കിലും അവൻ അതൊന്നും കാര്യമാക്കിയില്ല. അവൾ തൻ്റെ വെറുമൊരു ബോസ് മാത്രമാണ് എന്ന ചിന്ത അവനുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള സാമാന്യ മര്യാദയും അവനുണ്ടായിരുന്നു. പക്ഷേ രുദ്രന് അറിയില്ലല്ലോ അവളുടെ മുഖത്തെ ആ വെമ്പലിൻ്റെ കാരണം തൻ്റെ കുഞ്ഞാണെന്ന്. തൻ്റെ വാവയെ കാണാനാണ് അവൾ ഇത്രയും വേഗത്തിൽ പുറപ്പെട്ടു പോകുന്നതെന്ന്. അതറിയുമ്പോൾ രുദ്രൻ്റെ പ്രതികരണം എന്താവും അറിയില്ല. നമുക്ക് കാണാട്ടോ. അങ്ങനെ ഗായത്രിയുടെ കാറ് ചന്ദ്രമംഗലത്തേക്ക് എത്തി. കാറിൽ നിന്ന് ഇറങ്ങിയ ഗായത്രി നേരെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയത്. അതങ്ങനെയാവുമല്ലോ, തൻ്റെ കുഞ്ഞിനെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് കുറച്ചു നേരം മാറി നിന്നാൽ തിരിച്ചെത്തുന്നവരെ ആ അമ്മയുടെ മനസ്സിൽ ആ കുട്ടി മാത്രമായിരിക്കും. അവൾ കഴിച്ചോ, അവൾ എന്ത് ചെയ്യുക എന്നുള്ള ചിന്തകൾ മാത്രം. അത് തന്നെയാണ് ഗായത്രിയുടെയും മനസ്സിൽ. അതുകൊണ്ടാണ് കുഞ്ഞാവയെ കാണാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിലേക്ക് ഓടിയത്. അവൾ പോകുമ്പോൾ ബെഡിൽ ഉറങ്ങിക്കിടക്കുമായിരുന്നു കുഞ്ഞിപ്പെണ്ണ്. വാവയെ കണ്ടതും ഗായത്രിക്ക് ഒരുപാട് സന്തോഷമായി. അവൾ കുറച്ചു നേരം വാവയെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് വാവയുടെ അരികിൽ പോയിരുന്നു. കുഞ്ഞുമുടി വാവപ്പെണ്ണിൻ്റെ കണ്ണിൻ്റെ മുകളിലായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അതവൾ കൈ കൊണ്ട് മെല്ലെ മാറ്റി. എന്നിട്ട് കുഞ്ഞു നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ഗായത്രിയുടെ വണ്ടിയുടെ സൗണ്ട് കേട്ട് കല്യാണി അമ്മ വന്ന് നോക്കി ഉമ്മറത്തേക്ക്. പക്ഷെ ഗായത്രി അവിടെ കണ്ടില്ല. ഗായത്രി മുകളിൽ പോയി എന്ന് വിചാരിച്ച് കുഞ്ഞിൻ്റെ അടുത്തേക്ക് കല്യാണി അമ്മ വരുമ്പോൾ കണ്ടത് ഗായത്രി കുഞ്ഞിനെ തലോടി അവളുടെ ഒപ്പം കിടക്കുന്നതാണ്. ഗായത്രി കുഞ്ഞിനോട് ഒരുപാട് അടുത്തെന്ന് കല്യാണി അമ്മയ്ക്ക് മനസ്സിലായി. അവരുടെ ഉള്ളിൽ ഒരു നീറ്റൽ അനുഭവപ്പെടാൻ തുടങ്ങി. ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് കല്യാണിയമ്മ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. കല്യാണിയമ്മയെ കണ്ടതും മിണ്ടല്ലേ എന്നവൾ ആംഗ്യം കാണിച്ചു. അവളുടെ ഉള്ളിലെ കരുതൽ എന്തെന്ന് കല്യാണിയമ്മ തിരിച്ചറിഞ്ഞു.
അവരുടെ ഉള്ളിലെ ഭാരം കൂടിക്കൂടി വരികയായിരുന്നു അവരെ രണ്ടാളെയും ഒരുമിച്ച് കാണുമ്പോൾ. കല്യാണി അമ്മ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി ഗായത്രിയോട് പറഞ്ഞു, മോൾ എപ്പോഴാ വന്നേ? ഞാൻ കണ്ടില്ലല്ലോ. ആ, എന്തായാലും ശരി, മോള് കുഞ്ഞിനെ ഒന്ന് എഴുന്നേൽപ്പിച്ചേ. കുറേ നേരമായി വാവ കിടന്നുറങ്ങുക. ഇന്നൊരു വസ്തു കഴിച്ചിട്ടില്ല. ഇനി കുറച്ച് കഴിപ്പിച്ചിട്ട് ഉറക്കാം. ഗായത്രിക്ക് അത് കേട്ടതും വാവയെ എഴുന്നേൽപ്പിക്കാൻ മനസ്സില്ല. അവൾ തൻ്റെ അടുത്ത് കിടക്കുന്ന കുഞ്ഞാവയെ ഒന്ന് നോക്കി. എന്നിട്ട് ആ ഓമനത്തുള്ള മുഖം അവളുടെ നെഞ്ചോട് അടുപ്പിച്ചു. കുഞ്ഞാവ അവളുടെ അമ്മയുടെ സാമീപ്യം തിരിച്ചറിഞ്ഞു തോന്നുന്നു. അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് കൈയൊക്കെ മെല്ലെ തലിൻ്റെ മേലെ നിവർത്തി, ചുണ്ടുകളൊന്ന് വിടർത്തി ആ വിരിഞ്ഞ കണ്ണ് മെല്ലെ തുറന്നു. ഉറങ്ങി എണിച്ചതും ഗായത്രിയെ കണ്ടതുകൊണ്ടാണ് തോന്നുന്നു കുഞ്ഞിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. അവളെ കൈയും കാലും നീട്ടി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഗായത്രി ഭാവയെ ഒന്നും കൂടി അവളുടെ നെഞ്ചോട് അടുപ്പിച്ചിട്ട് അവളുടെ കുഞ്ഞിക്കവളിൽ ഒരു ഉമ്മ കൊടുത്തു. ഗായത്രിക്ക് എത്ര ഉമ്മ കൊടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. ഇതെന്താ, കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും കാണുന്നില്ലല്ലോ? സാധാരണ എണിച്ചാൽ കരയേണ്ടതാണല്ലോ. കല്യാണിയമ്മ പറഞ്ഞു. ആ, എന്തായാലും ശരി, ഞാനൊന്ന് പാലെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് കല്യാണിയമ്മ അടുക്കളയിലേക്ക് പോകാൻ നിന്നു. അത് കണ്ടതും ഗായത്രി പറഞ്ഞു, അമ്മ വേണ്ട, ഞാൻ എൻ്റെ മോൾക്ക് പാല് കൊടുത്തോളാം എന്ന്. അത് കേട്ടതും അവർ മടിച്ച് ഗായത്രിയോട് പറഞ്ഞു, മോളെ കുഞ്ഞിന് പാല് കൊടുക്കണ്ട, അത് ശരിയാവില്ല എന്ന്. കല്യാണിയമ്മ പറഞ്ഞത് കേട്ടതും ഗായത്രിയുടെ നെഞ്ചിൽ ഒരു ചെറിയൊരു വേദന, ഉള്ളിൽ എന്തോ കനം വരുന്ന പോലെ, കരച്ചിൽ അവളുടെ തൊണ്ടയിൽ എത്തി നിൽക്കുന്ന പോലെ. അവൾ വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കല്യാണിയമ്മയോട് ചോദിച്ചു, എന്താ അമ്മ, ഞാൻ വാവയ്ക്ക് പാല് കൊടുത്ത് എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. മോളെ, ഞാൻ പറയണോണ്ട് മോളൊന്നും വിചാരിക്കല്ലേ. അത് പിന്നെ മുലപ്പാൽ എന്ന് പറയുന്നത് വളരെ വലുതാണ്. മുലപ്പാൽ കുഞ്ഞിന് കൊടുക്കുന്നതിലൂടെ ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള ആത്മബന്ധം കൂടുകയാണ്. അതിലൂടെയെല്ലാം കുഞ്ഞിന് അമ്മയെ ഒരുപാട് സ്നേഹിക്കാനും അമ്മയോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കാനും ഒക്കെ ആഗ്രഹിക്കും. അങ്ങനെ ഈ കുഞ്ഞ് ആഗ്രഹിച്ചാലോ? മോൾക്ക് എന്നും കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കാൻ സാധിക്കില്ലല്ലോ. കല്യാണിയമ്മ പറഞ്ഞു തീർന്നു. അത് മോൾക്കും കുഞ്ഞിനും ഒരുപോലെ വിഷമാവും. എന്തിനാ ഈ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നേ എന്ന്. അത് കേട്ടതും അവൾക്കാകെ എന്തൊക്കെയോ പോലെ തോന്നി. അവളുടെ നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ, അവളുടെ മാതൃത്വം നിഷേധിക്കുന്ന പോലെയല്ല. അവൾ കുഞ്ഞിനെ ഒന്ന് നോക്കി. എന്നിട്ട് കുഞ്ഞിനെ കല്യാണി അമ്മയുടെ കയ്യിൽ കൊടുത്തു. അവളുടെ കണ്ണിൽ നീർത്തുള്ളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൾ കുഞ്ഞിനെ കൊടുത്ത് പുറത്തേക്ക് നടക്കാൻ തിരിഞ്ഞു. കല്യാണിയമ്മ അടുക്കളയിൽ നിന്ന് പാലെടുത്ത് വന്ന് കുഞ്ഞിന് കൊടുക്കാൻ നോക്കി. ഗായത്രിയുടെ ഉള്ളം പിടഞ്ഞത് കുഞ്ഞാവ അറിഞ്ഞു തോന്നുന്നു. കുഞ്ഞാവ കരച്ചിലായി. അവൾ പാല് കുടിക്കുന്നില്ല. എത്ര നോക്കിയിട്ടും വായൊന്ന് തുറക്കുന്ന പോലും ഇല്ല. കുഞ്ഞു കരയുന്നതോടൊപ്പം ഗായത്രിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു അപ്പോൾ. പക്ഷെ അവൾക്ക് ഒന്നും പ്രതികരിക്കാനായില്ല. രണ്ടാൾക്കും പരസ്പരം അകന്നതിൻ്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഈ കൊച്ചിനെന്താ പറ്റി? എന്താ ഇത് പാല് കുടിക്കാതെ? ഇങ്ങനെ കറഞ്ഞ വല്ല അസുഖം വരില്ലേ? ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? കല്യാണിയമ്മ ഒച്ചക്കുട്ടി പറഞ്ഞതും ബാവപ്പെണ്ണിൻ്റെ കരച്ചിൽ ഒന്നും കൂടി. തൻ്റെ അമ്മ തന്നെ സ്നേഹിക്കുന്നത് എതിർത്തത് കൊണ്ടാണ് തോന്നുന്നു. കുഞ്ഞിപ്പെണ്ണ് കരച്ചിൽ നിർത്തിയേയില്ല. അവൾ അവളുടെ വാശി പിടിച്ച് അതേപോലെ തന്നെ നിന്നു. വായൊന്ന് തുറന്നു കൊടുത്ത പോലും ഇല്ല. കല്യാണിയമ്മയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിൽ ഗായത്രിക്ക് സഹിക്കാനായില്ല. അവൾ കല്യാണി അമ്മയുടെ വാക്ക് ധിക്കരിച്ച് കുഞ്ഞിനെ അവരിൽ നിന്ന് എടുത്തു. സത്യം പറഞ്ഞാൽ ഒരുതരം പിടിച്ചു വാങ്ങൽ പോലെയായിരുന്നു കുഞ്ഞിനെ അവരിൽ നിന്ന് വാങ്ങിയത്. അവർ ഒരു നിമിഷം അമ്പരന്നു ഗായത്രിയുടെ പ്രവൃത്തി കണ്ടിട്ട്. അവൾ കുഞ്ഞിനെയും കൊണ്ട് ബെഡിലിരുന്നു. എന്നിട്ട് സാരി മാറ്റി കുഞ്ഞിനെ മുലയൂട്ടാൻ തുടങ്ങി. ഗായത്രി എടുത്തതും കുഞ്ഞിൻ്റെ കരച്ചിൽ മാറിയത് മാത്രമല്ല, അവൾ പാല് കുടിക്കാനും തുടങ്ങി. ആരൊക്കെ വിചാരിച്ചാലും തന്നെ അമ്മയിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല എന്ന് കുഞ്ഞിപ്പെണ്ണ് പറയുന്ന പോലെ തോന്നി ഗായത്രിക്ക്. അവൾ കല്യാണി അമ്മയോട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു,
എനിക്കറിയില്ല ഈ കുട്ടി എനിക്ക് ആരാന്ന്. എൻ്റെ സ്വന്തം രക്തമല്ലെന്ന തിരിച്ചറിവും എനിക്കുണ്ട്. പക്ഷെ ഒരിക്കലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ ഇതിനെ വിട്ടുകൊടുക്കില്ല. നഷ്ടപ്പെട്ടതിന് പകരം എൻ്റെ ദൈവം തന്നതാ. അങ്ങനെ ഞാൻ വിചാരിക്കുന്നേ. അതുകൊണ്ട് ഇവളെ ഞാൻ ആ സ്ഥാനത്ത് കാണും. എൻ്റെ നഷ്ടപ്പെട്ടു പോയ മാതൃത്വം അതെനിക്ക് ഇവളിലൂടെ ആസ്വദിക്കണം. ഭാവി എന്തെന്ന് എനിക്കറിയില്ല, എനിക്കറിയവും വേണ്ട. പക്ഷെ ഈ ദിവസമില്ലേ, ഈ നിമിഷം ഞാൻ ഇവളുടെ അമ്മ തന്നെയാണ്. ഞാൻ ഇവളെ സ്നേഹിക്കും, ഉമ്മ വയ്ക്കും, നെഞ്ചോട് ചേർക്കും, മുലയൂട്ടും. ഗായത്രി വളരെ വികാരഭരിതമായി കല്യാണി അമ്മയോട് പറഞ്ഞു. കുഞ്ഞിനെ ഇനി എത്ര ശ്രമിച്ചാലും കുഞ്ഞിൽ നിന്നും ഗായത്രിയെയും അകറ്റാൻ പെട്ടെന്നൊന്നും ആവില്ലെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ രണ്ടാൾക്കും പരസ്പരം ആശ്വാസമാകാൻ സാധിക്കുമെങ്കിൽ ആശ്വാസമായിക്കോട്ടെ എന്നും കല്യാണിയമ്മ കരുതി. കല്യാണിയമ്മ അവരൊന്ന് നോക്കിയ ശേഷം റൂമിലേക്ക് പോയി. പാല് കുടിച്ച് വയറ് ഫുള്ളായി ഗായത്രിയെ നോക്കി ചിരിക്കുകയായിരുന്നു കുഞ്ഞിപ്പെണ്ണ്. എടി പെണ്ണെ, നിനക്ക് ഞാൻ തന്നെ പാല് തരണം അല്ലേ? എന്തൊരു വാശിയായിരുന്നു. ഞാൻ എടുത്തപ്പോൾ തന്നെ ആ വാശി മാറിയില്ലേ? കള്ളി, ചില്ലറ പുള്ളിയൊന്നുമല്ലല്ലോ നീ, ഗായത്രി കുഞ്ഞിപ്പെണ്ണിനോട് പറഞ്ഞു. ഗായത്രിയുടെ സംസാരം കേട്ട് കുഞ്ഞിപ്പെണ്ണ് അവളുടെ നെഞ്ചോട് പറ്റിച്ചേർന്നിരുന്നു. എൻ്റെ പൊന്ന് വിഷമിക്കണ്ട കേട്ടോ, അമ്മ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവും, ഒരിക്കലും വിട്ടിട്ട് പോവില്ല കേട്ടോ ഇനി, ഗായത്രി മനസ്സുകൊണ്ട് അവളുടെ കുഞ്ഞിപ്പെണ്ണിനോട് പറഞ്ഞു. ഇനി ബാക്കി എന്താണെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. പിന്നെ ഓഫീസ് പ്രണയം ഇന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കാം, ഇല്ലെങ്കിൽ നാളെ എന്തായാലും വരും കേട്ടോ. ഓക്കെ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.